ഹായ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്നാണ്. ഈ ടോപ്പിക്ക് നമുക്ക് ഒരു 15 മിനിറ്റിലോ അരമണിക്കൂറിലോ പറഞ്ഞാൽ മാത്രം തീരുന്ന ഒരു കാര്യമല്ല. എന്നിരുന്നാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പോയിന്റുകൾ, കുറച്ച് മാത്രം നമ്മളിലേക്ക് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കണ്ടൻറ്റ് ഞാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത എന്ത് എന്ന് ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളെപ്പോഴെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ നമ്മളിലേക്ക്? ജീവിതത്തിൽ ചെറുപ്പം മുതലേ ഞാനായാലും നിങ്ങളായാലും കേട്ടുപഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന്, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളിലേക്ക് അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ജോലിയെടുക്കണം, നന്നായിട്ട് ജീവിക്കണം, നന്നായിട്ട് സമ്പത്ത് വാങ്ങണം, നല്ല ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ ലൈഫിലേക്ക് അവരുടെ ലൈഫ്, നല്ല കാറ് വാങ്ങണം, നല്ല ജീവിതം, അതിലേക്കൊക്കെ ഉപരി നമ്മൾ നല്ല ഹെൽത്തി ആവണം. വെറും അത് ഫിസിക്കലി മാത്രമല്ല, മെൻ്റലി ഹെൽത്തി ആവണം എന്ന് എപ്പോഴെങ്കിലും നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് സ്ട്രെസ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നീ പഠിക്കണ്ട, നിനക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ നീ അത് ചെയ്യണ്ട, നിനക്ക് സ്കൂളിൽ പോകാൻ ഇത്രയും മാനസികമായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ നീ സ്കൂളിൽ പോകണ്ട. എപ്പോഴെങ്കിലും നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാനിത് പറയാനുള്ള കാരണം, അവരിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിലേക്ക്. നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് എത്രത്തോളം ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്? അതേപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് ജ്വല്ലറി ആവാം, ടെക്സ്റ്റൈൽസ് ആവാം, ഇനി ഇന്നത്തെ ട്രേഡ് മാർക്കറ്റിംഗ് ആവാം, എന്തോ ആവാം. അതിലൊക്കെ എല്ലാത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊടുക്കുന്ന 1000 രൂപക്ക് പകുതിയെങ്കിലും, അല്ലെങ്കിൽ 500, 300, 200 എത്രയാണോ ഉള്ളതറിയില്ല, അത്ര നമുക്ക് ലാഭം കിട്ടണം. ആ ലാഭത്തിൽ നമുക്ക് ജീവിക്കണം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെയൊക്കെ ജീവിതം, ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കണമെന്നല്ലേ? ആണോ? അല്ലേ? നിങ്ങൾ പറയാം. നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. നമ്മളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മളിൽ പലരും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ സംബന്ധിച്ച് ഞാനൊരു ചെറിയ കഥ പോലെ പറയാം. ഒരു വ്യക്തി ആ ഫാമിലിയിലെ എല്ലാവരും വിജയിക്കണം, അല്ലെങ്കിൽ എല്ലാവരും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ അയാളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും റിലേറ്റീവ്സിനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ രക്ഷപ്പെടൂ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ജോലിയിൽ ഏർപ്പെടുത്തി കൊടുക്കുന്നു. അവസാനമായപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, ഇദ്ദേഹത്തിനൊരു ആവശ്യം വന്നപ്പോൾ അവരൊക്കെ അവരുടെ നല്ല ലൈഫ് ജീവിക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെയാണല്ലോ, എനിക്ക് അവരാരും ഇയാളെ മതിയായ രീതിയിൽ പരിഗണിക്കുകയോ നോക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ നിമിഷം അയാൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. അയാൾ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയ സമയത്താണ് ഇതുവരെ അവഗണിച്ച ആളുകൾ ഇദ്ദേഹത്തെ നോക്കുന്നത്. അപ്പം നമ്മുടെ ചുറ്റുപാടും നമ്മളിൽ എല്ലാം ഇതുപോലെയാണ്. അപ്പം നമ്മൾ ആദ്യം, അത് സമ്പത്ത് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ചുറ്റുപാടും നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ ചുറ്റുമുള്ളവരിലും ഹാപ്പിനെസ് കാണാൻ കഴിയൂ. ഒരിക്കലും നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് മറ്റൊരാൾ ഹാപ്പിനെസ് കാണുന്ന സമയത്ത് നമുക്കത് അവരിൽ ഹാപ്പിനെസ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം നമ്മളിൽ ഹാപ്പിനെസ് ഉണ്ടാക്കണമെങ്കിൽ, നമ്മളിൽ സന്തോഷം നിറയ്ക്കണമെങ്കിൽ നമ്മളിലേക്ക് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം തന്നെയാണ്. ടു ഇൻവെസ്റ്റ് ടൈം ഇൻ യുവർ സെൽഫ് എന്നാണ്. നമ്മളിലേക്ക് തന്നെ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ട്? സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? നമ്മളിലേക്ക് നോക്കാൻ. ഞാൻ എന്താണ്, എൻ്റെ കഴിവുകൾ എന്താണ്, എന്നെ എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടത്, എന്നെ ഞാൻ എങ്ങനെയാണ് ഉഷാറാക്കി കൊണ്ടുവരേണ്ടത്, എൻ്റെ മെൻ്റൽ പീസിന് വേണ്ടി, എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി, എൻ്റെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് എന്തൊക്കെ വേണം, അതൊക്കെ ഞാൻ എന്തൊക്കെ കൊടുക്കണം,
അതിനുവേണ്ടി അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് സമയം കൊടുക്കുന്നത്. എൻ്റെ ഹെൽത്ത്, മെൻ്റൽ പീസിനെ പോലെ തന്നെയാണ് എൻ്റെ ഹെൽത്ത്, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം. അത് വാക്കിംഗ് ആണെങ്കിൽ വാക്കിംഗ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് എനിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നു. എനിക്ക് വേണ്ടി ഞാനൊരു ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, ഓക്കെ. എനിക്ക് വേണ്ടി ഞാൻ ഹോട്ടലിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നു. ഇങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചെങ്കിലും നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഹാപ്പിനെസ് വരും. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ സന്തോഷവും നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ഒരു മരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ജീവൻ അങ്ങനെ കൊണ്ടുപോകുന്നു. പ്രത്യേകിച്ച് ചില സന്തോഷമില്ല എന്നല്ല, മറ്റ് പല സന്തോഷങ്ങളും നമുക്ക് അറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റാതെ വരും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ആകെ നിങ്ങളോട് പറയുന്നത് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. അത് നമ്മുടെ ശരീരഭാഷ മനസ്സിലാക്കിക്കൊണ്ട്, മനസ്സിൻ്റെ ഭാഷ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. കാരണം സമയം എന്ന് പറയുന്നത് മാത്രമാണ് ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും 24 മണിക്കൂർ മാത്രമാണുള്ളത്. എനിക്ക്, സാധാരണക്കാരിയായ എനിക്കായാലും പാവപ്പെട്ടവനായ ആൾക്കാരും റിച്ചായിട്ടുള്ള നല്ല സമ്പത്തുള്ള ആളായാലും നമ്മുടെ പ്രധാനമന്ത്രി ആയാലും എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന ഒരു സാധനമാണ് സമയം. എന്നാൽ നമ്മൾ ഓരോരുത്തരും ആ സമയത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നോ, നമ്മൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നോ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഭാവി, നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുക. ഇതിൻ്റെ തുടർച്ച നെക്സ്റ്റ് ക്ലാസ്സിലുണ്ടാവും.